വിയർപ്പ് മൂലമോ അല്ലെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങളോ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കറകൾ തുണികളിലായാൽ അത് എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇഷ്ടപ്പെട്ടു വാങ്ങിയ ഡ്രസ്സോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ ആണെങ്കിൽ പറയുകയും വേണ്ട. കറയുള്ള വസ്ത്രം ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും, എന്നാൽ പണച്ചിലവില്ലാതെ നമുക്ക് തന്നെ ഈ കറ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഒന്നാമത്തത് ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കുകയേ വേണ്ട, ഏത് കറയെയും നമുക്ക് ഇതുകൊണ്ട് ഇല്ലാതാക്കാം. ഒരു ബക്കറ്റിൽ ചൂടുള്ള വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ബ്ലീച്ചിങ് പൗഡറും കുറച്ച് സോപ്പ് പൊടിയും ഇടുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി നോക്കിയ കറയൊക്കെ പോയി നല്ല ഫ്രഷ് ആയിരിക്കും ഡ്രസ്സ്. അടുത്തത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ നീരും കറ പോവാൻ ഉത്തമമാണ്. ഇതിൻ്റെ നീരെടുത്ത് കറയുള്ള ഭാഗത്ത് പുരട്ടി ഒരു ബ്രഷ് എടുത്ത് മെല്ലെ ഉരച്ചു കൊടുത്താൽ കറ പോകുന്നതാണ്. ഏതു തരത്തിലുള്ള കറയും ഇത്തരത്തിൽ മാറ്റാം. അടുത്തത് ഐസ് വാട്ടറാണ്. കറയുള്ള വസ്ത്രങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് വളരെ ഗുണം ചെയ്യും. ഇത് കറകളെ അകറ്റി തുണിക്ക് നല്ല ഫ്രഷ്നെസ് നൽകുന്നതാണ്. അടുത്തത് വിനാഗിരിയാണ്, അതായത് വെള്ള നിറമുള്ള വിനാഗിരി. കറ കളയാൻ നല്ല മാർഗമാണ് വിനാഗിരി ഉപയോഗിക്കുക എന്നത്. കറയുള്ള ഭാഗമോ അല്ലെങ്കിൽ തുണിയോ അല്പനേരം വിനാഗിരിയിൽ മുക്കി വയ്ക്കുക. ഇനി കഴുകി നോക്കൂ, നല്ല സൂപ്പറായിട്ട് തിളങ്ങുന്നതാണ്. അടുത്തത് സോഡയാണ്. വസ്ത്രങ്ങളിൽ കറ കളയാൻ മികച്ചതാണ് സോഡ. കറയുള്ള വസ്ത്രങ്ങൾ വൃത്തിയാക്കാൻ സോഡ ഉപയോഗിച്ചാൽ മതി. അടുത്തത് സോപ്പ് പൊടിയാണ്. ചെറുചൂടുള്ള വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ട ശേഷം തുണികൾ അതിൽ കുതിർത്തി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുത്താൽ എല്ലാ കറകളും പോയി ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ടാവും. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. നിങ്ങൾക്ക് വസ്ത്രത്തിലെ കറ കളയാൻ ഉത്തമമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതൊരു ഓക്സൈഡ് ഏജന്റാണ്. ഇത് നിങ്ങൾക്ക് ബ്ലീച്ചായി ഉപയോഗിക്കാം. ഇത് വെള്ളത്തെയും ഓക്സിജനെയും വിഘടിച്ച് വസ്ത്രങ്ങളെ നല്ല വൃത്തിയുള്ളതാക്കി വെട്ടിത്തിളങ്ങുന്നതാക്കി മാറ്റും. അടുത്തത് ഉപ്പാണ്. വസ്ത്രത്തിൽ ഏത് ഭാഗത്താണോ കറയുള്ളത് അവിടെ ഉപ്പ് വെച്ച് മെല്ലെ ഒന്ന് ബ്രഷ് ചെയ്യുക. കറ ഇളകി പോകുന്നത് കാണാം. ശക്തിയായി ഉരച്ച് കഴുകരുത്. ശ്രദ്ധിച്ചാണ് കറയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ വസ്ത്രം കേടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാർഗങ്ങളെല്ലാവരും പ്രയോഗിച്ചു നോക്കുക.